എല്ലാ സാധനങ്ങളും ചീഞ്ഞ് കഴിയുമ്പോഴേക്കും കളയുമല്ലേ പതിവ്. പക്ഷേ ഇല്ലേ, നമ്മുടെ പൊതിമടല് മാത്രം നന്നായിട്ട് ചീയിച്ചിട്ട് അതിന്റെ ഗോൾഡൻ നാരുകൾ മാത്രം വേർതിരിച്ചെടുക്കുവാണ്. നീളമുള്ള നാരുകൾ നോക്കി എടുത്തിട്ടേ ചുറ്റി ചുറ്റി കോർത്ത് കോർത്ത് 2 റിങ്ങുകൾ വീതമുള്ള കണ്ണികളാക്കി എടുക്കുവാണ് കേട്ടാ. 2 കണ്ണികൾക്കിടയിലേക്ക് ഓരോ കരിപ്പച്ച ക്രിസ്റ്റൽ മുത്തുകളാണ് കേട്ടോ കോർത്തെടുക്കുന്നത്. ഓരോ 10 വച്ച കഴിയുമ്പോഴേക്കും ഒരു ചുവപ്പ് മുത്ത് വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇട്ടിരിക്കുന്ന ചുരിദാർ നോക്കിയേ, ഇവിടെ ഒരു എംബ്രോയിഡറി വർക്കും വന്നിട്ടുണ്ട്. ഇതേ കോളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു പോയത് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഓരോ ബട്ടൺസും കൂടി വന്നിട്ടുണ്ട്. കോട്ടൺ ബ്ലെൻഡഡ് ആണ് കേട്ടോ ക്ലോത്ത്. ഈ കോളറിന്റെ ഇവിടെയും കൈയുടെ സൈഡിലും സ്ലിറ്റിന്റെ സൈഡിലായിട്ടൊക്കെ ഇല്ലേ ഒരു പൈപ്പിംഗ് പോലെ ഓറഞ്ച് കളറിൽ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ. അത് ലിങ്ക് ഞാൻ ഇവിടെ തന്നെ ടാഗ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ചകിരിനാരുകൾ കൂട്ടിപ്പിടിച്ച് കുരിശിന്റെ ഷേപ്പ് ആക്കിയിട്ടേ നമ്മുടെ ചകിരിനാര് കൊണ്ട് തന്നെ ഒന്ന് പാകി എടുക്കുന്നുണ്ട് കേട്ടോ. ചിരട്ടയുടെ നടുക്ക് ഒരു കാശ് രൂപം വെച്ചിട്ട് യുവി റെസിൻ അടിച്ച് സെറ്റ് ആക്കിയിട്ടാണ് കേട്ടോ എല്ലാം കൂടി അങ്ങ് കണക്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മുടെ സിസ്റ്റർ ആനിയില്ലേ 40 ദിവസത്തെ വെക്കേഷന് വേണ്ടിയിട്ട് വന്നതായിരുന്നേ. ഇന്ന് രാത്രി പോകുവാണ് കേട്ടോ. ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് എന്റെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി തരണം കൊടുക്കുന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ നമ്മുടെ കൊന്തമാല നോക്കിയേ സൂപ്പർ ആയിട്ടുണ്ടാ. അപ്പൊ ഇതിന് ഉപയോഗിച്ച എല്ലാ മെറ്റീരിയൽസും പിന്നെ എന്റെ ചുരിദാറും ലിങ്ക് മേളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.